ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത്. രാവിലെ എണീറ്റ് കാപ്പി പിടിച്ചുകൊണ്ടപ്പോൾ ഇക്ക ചോദിച്ച് നമുക്കിന്ന് എവിടെയെങ്കിലും പോയാലാ? എന്തായാലും കിട്ടിയ അവസരമല്ലേ, അങ്ങനെ മുതലാക്കാന്ന് വിചാരിച്ച്. രണ്ടാൾക്കും അറിയില്ല എവിടെയാണ് പോവേണ്ടതെന്ന്. അങ്ങനെ പിന്നെ തീരുമാനിച്ച് ഞാൻ പറഞ്ഞു ലുലു മാളിൽ പോവാം. അപ്പോൾ ഇക്ക പറഞ്ഞു ലുലു മാൾ എപ്പോഴും കാണുന്നതല്ലേ, പോകണ്ട, നമുക്ക് തെന്മല പോവാം, ഇവിടെ നിന്ന് 3 മണിക്കൂറൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എണീറ്റ് റെഡിയായി. നമ്മൾ രണ്ടുപേരും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ 2 വീലറിലാണ് പോയത്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലോണം പോകാൻ പറ്റി. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോലെ തന്നെ പോകുന്നവരാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ട്രാവലർ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കാട് പിടിച്ച ഏരിയ ആയിരുന്നു. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത്, കാരണം നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. 2.5-3 മണിക്കൂർ എടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോൾ എത്തും, കാരണം 2 വീലറിലല്ലേ, നല്ല നടുവൊക്കെ നല്ല ബുദ്ധിമുട്ട് ആവുന്നുണ്ട്. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റി, കാരണം തിരക്കും കുറവായിരുന്നു, റോഡ് ഫുള്ള് ശൂന്യമായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ചുമ്മാ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ ട്രിപ്പിന് തെന്മല, പാലരുവി അവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കേട്ട് ഇതായതുകൊണ്ട് കണ്ടിട്ടില്ല, എന്നാലും കേട്ട് ഒരു ഇതായതുകൊണ്ട് പോവാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് ചോദിച്ചപ്പോഴും ഞാൻ തെന്മലയാ, അവിടെ പോണോ എന്നൊക്കെ ചോദിച്ച്. അപ്പം ഇക്ക പറഞ്ഞ് പോവാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഇത് അവിടെ കണ്ടൊരു വലിയൊരു പുഴയായിരുന്നു. അങ്ങനെ നമ്മൾ സ്ലോ ചെയ്ത് തിരിച്ചൊക്കെ വന്നാണ് ആ പുഴയുടെ വീഡിയോ എടുക്കുന്നത്. പക്ഷെ കാട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫുള്ള് കിട്ടുന്നില്ലായിരുന്നു. ഇക്ക അങ്ങോട്ട് ഇറങ്ങിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ടക്ക, നല്ല വെള്ളമാണ്, ആ ടൈമിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞാൻ ഇക്കടുത്ത് ബോറടിച്ചിട്ട് പറയണുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഇത് എപ്പോൾ എത്താനാ എന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഫുള്ള് കാടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യൂകളൊക്കെ ഉണ്ട്, മലനിരകളും എല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഡാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തി. ഡാം കാണാനൊന്നും അല്ല വണ്ടി നിർത്തിയത്, ഇതാ ഈ ഇരിക്കുന്ന ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങിക്കാനാണ്. അവിടെ ഉപ്പിലിട്ടത് മാത്രമല്ല, സർബത്തും പിന്നെ കുട്ടികളുടെ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ 1 പാക്കറ്റ് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ട് സ്കൂട്ടിയിലിരുന്ന് വന്നതല്ലേ, അപ്പം നല്ല നടുവിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഡാമിൻ്റെ മുകളിലോട്ട് പോയി. കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴാണ് ഡാമിൻ്റെ പോർഷൻ. അങ്ങനെ പോയി അവിടെ കുട്ടവഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ട് നമുക്ക് പോയാലാ, ട്രൈ ചെയ്താലാ? അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ്. നല്ല രീതിക്ക് ചൂടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയമേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താഴോട്ടിറങ്ങി ഓരോ ചോക്കോബാർ വാങ്ങിച്ചു കുടിച്ചിട്ട് നേരെ കല്ലട ഡാമിലോട്ട് പോയി. അവിടെ വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ പോയ ടൈമിൽ ദൂരെ എവിടെ നിന്നോ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, അവരൊരു കുറച്ച് പേരുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സമയം നിന്നിട്ട്, നല്ല കാട് കയറി കിടക്കുകയാണ് അവിടെയൊക്കെ. അങ്ങനെ കുറച്ച് സമയം നിന്ന് അവിടെയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ നടന്ന് രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ ചിലവഴിച്ച്. പിന്നെ നമ്മളെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നടന്ന്. കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലൊക്കെ നടന്നിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ
എന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ചിറങ്ങാന്നുള്ള രീതിയിൽ ഇറങ്ങി. എന്നിട്ട് 1:30 ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു ക്യാൻറ്റീനിൽ നിന്ന് ഊണൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല, വാങ്ങിച്ചിട്ട് പൊതിയായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ പാലരുവിയിലോട്ട് പോവുകയാണ്. നമ്മൾ വന്ന സമയത്ത് തിരക്ക് കുറവുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു റോഡിൽ. ഈ കാണുന്ന റെയിൽപാളമാണ്. ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുമെന്ന് കരുതി, പക്ഷേ ആ സമയത്ത് ട്രെയിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വീടുകൾ. ഇതൊക്കെ എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഇപ്പോഴും ഇങ്ങനത്തെ വീടുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച്. അങ്ങനെ കുറേ ദൂരം പോയി, നല്ല ബ്ലോക്കായിരുന്നു. പതിയെ പതിയെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ റോഡ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊടിയും കാര്യങ്ങളും. നമ്മൾ സ്കൂട്ടിയിലല്ലേ പോകുന്നത്, അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലരുവിയുടെ പോകുന്ന അതിൻ്റെ ഉള്ളിലോട്ട് കയറി. പക്ഷെ അവിടെ അത്യാവശ്യം രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഭീമ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാലരുവിയും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റി അടുത്ത് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ബസ്സിലാണ് പോകുന്നത്. പക്ഷേ 1 മണിക്കൂറെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് 1 മണിക്കൂറല്ല അതിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ 2 പേര് മാത്രമാകുമ്പോൾ നമുക്ക് 1 മണിക്കൂറൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നേനെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയ ഊണ് കഴിച്ച് എന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഞാൻ കരുതി അതുവരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന്. പക്ഷേ ഇക്ക പറഞ്ഞ് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ തെങ്കാശി, അവിടെയും കൂടെ പോയിട്ട് വരാം. അങ്ങനെ പിന്നെ എന്തായാലും പോയിട്ട് വരാം. ഇപ്പോൾ വീഡിയോസിലൊക്കെ സൂര്യകാന്തി പാടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് നേരിട്ട് കാണാനായിട്ട് ആകാംക്ഷ തോന്നി. അങ്ങനെ അപ്പം തന്നെ സമയം 2 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കുറച്ചും കൂടെ നല്ല വ്യൂ ആയിരുന്നു. കുറേ മലനിരകളിൽ ഇങ്ങനെ പച്ചപ്പുല്ലുകൾ ഇങ്ങനെ പിടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള റോഡ് വഴി ഇങ്ങനെ പോയായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴി കുറേ ദൂരം ആ മലകൾ തന്നെയായിരുന്നു നമുക്ക് ഫുള്ള് കാണാൻ പറ്റിയത്. നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ദൂരം പോയപ്പോൾ ഈ വയലും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും ആ മലകളും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടുത്തെ ആളുകളെല്ലാം കൂടുതലും കൃഷിയിൽ പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട്ടിൽ പോയി കൃഷി കാണേണ്ട അവസ്ഥയാണിപ്പോൾ. നമ്മൾ പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ തമിഴ്നാടിൻ്റെ ബസ് പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ വീണ്ടും നെൽപ്പാടങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒക്കെ ചോദിക്കുന്നത് നമുക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്താലോ. അപ്പോൾ എനിക്കാണെങ്കിൽ വെയിലടിച്ചിട്ട് കരിക്ക് കുടിച്ചാൽ മതിയെന്നായി. അങ്ങനെ കരിക്ക് ഉള്ള സ്ഥലം നോക്കി നമ്മൾ പോവുകയാണ്. കുറേ ദൂരം പോയപ്പോൾ നമ്മൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി. ബസ്സിൽ നിറയെ ആൾക്കാരാണ്. പിന്നെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കുറേ പശുവും പോത്തുകളും എല്ലാം നിന്ന് മേയുന്നത്. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വെയിൽ കൊണ്ട് തളർന്ന് ഒരു കരിക്കുള്ള കട കണ്ടെത്തി. അങ്ങനെ അവിടെ നിർത്തി കരിക്ക് വാങ്ങിച്ച് കുടിച്ച് എന്തോ ഒരു ആശ്വാസം കിട്ടി അന്നേരം. എന്നിട്ട് അവരെ ചോദിച്ച് സൂര്യകാന്തി പാടം ഇവിടെ അടുത്താണോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്താണ്, കുറച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടം കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ സൂര്യകാന്തി പാടത്തിലോട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ കണ്ടതാണ് കാറ്റാടിപ്പാടങ്ങളും അതുപോലെ തന്നെ ഒരു വലിയൊരു പുഴ പോലെ. അത് നല്ല വൃത്തിയായിട്ടാണ് അവരിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒന്നും ആരും ഇടത്തില്ല. ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ പോകുന്ന കുറേ ദൂരം വരെ ഈ പുഴ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ തെങ്ങിൻ തോപ്പുകളും അതുപോലെ ഒരു മലനിരകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട്. പിന്നെ ആ പോകുന്ന വഴി തന്നെ ഇപ്പുറ സൈഡിലായിട്ട് കുറേ ആടുകളെയും കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് കുറേ ദൂരം പോയപ്പോൾ
നമ്മൾ സൂര്യകാന്തി പാടത്തിൻ്റെ ലൊക്കേഷൻ എത്തി. അവിടെ നിന്നിട്ട് ഒരാൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ കൊല്ലത്തുനിന്ന് എവിടെ നിന്ന് വന്ന 2 ചേട്ടന്മാരും നമുക്ക് ഫ്രണ്ടേ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തിലെത്തി. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് പേ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വിശാലമായ ഒരു ഏരിയയിൽ കൃഷി ചെയ്തിരിക്കുന്ന സൂര്യകാന്തി പാടമാണ്. പക്ഷേ ഇവിടെ ഫോട്ടോയ്ക്ക് മാത്രം വേണ്ടിയാണ് അവർ കൃഷി ചെയ്തിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി നേരിട്ട് കാണുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്കാണെങ്കിൽ സൂര്യകാന്തി പൂ കണ്ടപ്പോൾ ഭയങ്കര അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ല. നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സൂര്യകാന്തി പാടങ്ങൾ. അങ്ങനെ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ മഴക്കോള് വരുന്നുണ്ട്. നമ്മൾ സ്കൂട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ മഴ പെയ്താൽ നമുക്ക് പോകാൻ പാടായിരിക്കും. നമ്മൾ റെയിൻകോട്ടും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഒരാൾ നൊങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇക്കടുത്ത് പറഞ്ഞ് വാങ്ങിപ്പിച്ച് എന്നിട്ട് ട്രൈ ചെയ്ത്. ഇക്ക മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ച് കരിക്ക് പോലെ ആയിരിക്കും. കരിക്ക് പോലെ തന്നെ, പക്ഷേ ഫ്ലഷ് ഭയങ്കര കട്ടിയാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ജമന്തി കൃഷി കണ്ടായിരുന്നു. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാണാം. അങ്ങനെ അവിടുത്തെ ആളുടെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ പൂവൊന്നും എടുക്കാൻ പാടില്ല, പക്ഷെ ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ കുറേ സമയം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി തന്നെ അവിടെ കൃഷി ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്തല്ല സീസൺ, ഓണത്തിന് മുന്നേ വന്ന ഇതിൽ നിന്നും കൃഷി കാണാമായിരുന്നു. ആ സമയത്താണ് വിളവെടുക്കുന്ന സമയം, അപ്പോഴേ നമുക്ക് കൃഷിയൊക്കെ അധികം കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ എന്നിട്ട് നമ്മൾ കുറേ വൈകിക്കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി ആ മലനിരകളിലൊക്കെ കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. നേരം വൈകുന്നേരം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 2 പേര് മാത്രമല്ലേ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ മാക്സിമം സ്പീഡിലാണ് പോയത്. വലിയ തിരക്കും ഇല്ലായിരുന്നു. സന്ധ്യ ആയെങ്കിലും വലിയ തിരക്കും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മടത്തറ എത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ചായക്കടയിൽ കയറിയതാണ്. അവിടെ നല്ല പഴമയുടെ പഴയ രീതിയിലാണ് അവർ കടയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ദിവസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അതിൻ്റെ ഉള്ളിലും അവരും പഴയ രീതിയിൽ തന്നെയാണ് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അവിടെ നിന്ന് പഴംപൊരിയും ഉള്ളിവടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള എന്തെന്ന് വെച്ചാൽ എടുക്കാം. അവിടെ വട്ട ഇലയിലാണ് നമുക്ക് ഫുഡ് തരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു വരുന്ന വഴി കടയ്ക്കൽ കണ്ടതാണ് ഇത്. ഓണം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറേ ലൈറ്റും കുട്ടികളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.